ഹായ് ഓൾ, നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഇട്ടിട്ടില്ല. അതായത് ഇന്നത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇന്നലെ ഇട്ടിട്ട്, കാരണം കുറച്ച് തിരക്കിലായി പോയിട്ടു. ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, എന്നും പകരം മൊത്തം വേറെ കാര്യങ്ങൾക്ക് ബിസി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നാളത്തെ ദിവസത്തെ മേജറായ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇന്നും പറയുന്ന പോലെ തന്നെ ചെറിയ ലോട്ട് എടുക്കുക, നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പൈസക്ക് മാത്രം ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് മേജറായ സപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ 25-30 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഡൗൺ സൈഡിലേക്ക് ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ 24,990 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ മാത്രമേ ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നത്. 24,920 വരെ ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഈ റേഞ്ച് വരെ നമ്മൾ ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 25,000 ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 25,85 ബ്രേക്ക് ചെയ്താൽ 25,085 ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 25,150 വരെ 25,150 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് കഴിഞ്ഞ് 25,190, അതിൻ്റെ മുകളിൽ 25,230. അത്രയും റെസിസ്റ്റൻസുകളാണ് മുകളിൽ ഉള്ളത്. ഒന്നുകൂടി റെസിസ്റ്റൻസുകൾ പറയാം. 25,085 ബ്രേക്ക് ചെയ്താലാണ് നമ്മളൊരു അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 25,150 വരെ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 25,200 അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 25,250 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത്തരം റെസിസ്റ്റൻസുകളാണ് അതിൻ്റെ മുകളിലേക്കുള്ളത്. അപ്പോൾ സപ്പോർട്ടായിട്ടുള്ളത് മേജറായിട്ട് 25,000 തന്നെ നമുക്ക് നോക്കാം. 25,30 ബ്രേക്ക് ചെയ്താൽ 24,990 അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഏകദേശം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. താഴത്തേക്ക് സപ്പോർട്ട് വരുന്നത് 24,920 24,860. അതാണ് മേജറായിട്ട് രണ്ട് സപ്പോർട്ടുകൾ ഡൗൺ സൈഡിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം സമയം നാളത്തെ ദിവസം ഒരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷമേ ട്രേഡ് എടുക്കുന്നുള്ളൂ. എങ്ങനെ എടുക്കണം, എങ്ങനെ നോക്കണം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരുന്നു. ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തെങ്കിലും മറ്റ് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഞാൻ ടെലിഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ കാണാം.